ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് അടിപൊളിയായിട്ട്, അതായത് മിനി പപ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ മിനി എഗ് സമൂസ എന്ന് പറയുക, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് മസാലപ്പൊടികൾ ഇട്ട് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനേക്കുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനേക്കുള്ള കറിവേപ്പിലും ആവശ്യത്തിനേക്കുള്ള മല്ലിയിലും ഇതും കൂടിയിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മസാല നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ച് നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട്, ഇത് മൈദയുടെ പേസ്റ്റാണ്. നമുക്കറിയില്ല, മൈദയുടെ പേസ്റ്റ് നമ്മൾ സാധാരണ കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം കലക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 4 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഈ കുഞ്ഞു കുഞ്ഞു പീസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ മാറ്റി വെച്ചതിന് ശേഷം അങ്ങനെ ഇതുപോലെ സമോസ ഷീറ്റ് ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേർപകുതിയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഓരോ കുഞ്ഞതിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഈ ഒരു ചെറിയ പീസ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മസാല വെച്ച് കൊടുക്കുക, ഒരു ചെറിയ കഷ്ണം മുട്ട വെച്ച് കൊടുക്കുക. അപ്പോൾ കുഞ്ഞ് പപ്സ് റെഡിയാണ്, കണ്ടില്ലേ? അങ്ങനെ ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് നമ്മുടെ ഈ എണ്ണയിലിടുന്ന സമയത്ത് ഉള്ളിലേക്ക് എണ്ണ പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളിലേക്ക് എണ്ണ പോയി കഴിഞ്ഞാൽ മൊത്തത്തിലും ഉള്ളിലെല്ലാം എണ്ണയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് കവർ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. ജസ്റ്റ് പേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സെറ്റായിക്കോളും. പിന്നെ കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ പേസ്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് സെറ്റാവില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ പേസ്റ്റ് റോൾ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇതൊന്നുകൂടി എളുപ്പമാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ സമയത്ത് ചെയ്യുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടാകുന്നത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് മിഠായിയൊക്കെ പൊതിയുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. അങ്ങനെ എണ്ണയും ചൂടായിട്ടുണ്ട്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഹൈയിൽ വെച്ചിട്ടാണെങ്കിലും ഒന്ന് അടുത്ത് തന്നെ നിന്ന് ഇളക്കി കൊടുത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ എണ്ണയിൽ ഈ ഒരു അളവിലേക്ക് കളറാവുന്ന രീതിക്ക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ.